അസാധാരണ സാഹചര്യം നേരിടാൻ അസാധാരണ നടപടികൾ വേണ്ടിവരും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തിയ പ്രസ്താവന ഈ അർത്ഥത്തിലുള്ളതാണ്. ഇറാൻ അമേരിക്ക സംഘർഷം പരിഹാരമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധന ദൗർലഭ്യതയും അതിനോടനുബന്ധിച്ചുണ്ടാകാൻ ഇടയുള്ള സാമ്പത്തിക പ്രതിസന്ധിയും മുൻകൂട്ടി കണ്ട് മുന്നൊരുക്കം നടത്താൻ ആഹ്വാനം നൽകുന്നതായിരുന്നു മോദിയുടെ പ്രസംഗം. ഇത്തരത്തിലൊരു കടുത്ത പ്രതിസന്ധി ഉണ്ടായാൽ എന്താകും നമ്മുടെ രാജ്യത്തെ സ്ഥിതി? അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ വിപണിയിൽ ഉണ്ടായതും ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായ വിലക്കയറ്റം മുന്നിൽ കണ്ട് മുന്നൊരുക്കം നടത്താൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. അതിർത്തിയിൽ ജീവൻ ബലികഴിക്കുന്നത് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്നതും രാജ്യസ്നേഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി വിദേശയാത്രകളും വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും ഒഴിവാക്കണം. അതേസമയം ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണം. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് മെട്രോ സംവിധാനവും പൊതുഗതാഗതവും പരമാവധി ഉപയോഗിക്കണം. റോഡിലെ വാഹന ബാഹുല്യം കുറയ്ക്കാൻ കാർ പൂളിംഗ് സംവിധാനവും ചരക്ക് നീക്കത്തിന് റെയിൽവേ സംവിധാനവും പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇലക്ട്രിക് വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കണം. കോവിഡ് കാലത്തേതിന് സമാനമായി വർക്ക് ഫ്രം ഹോം പരമാവധി പ്രയോജനപ്പെടുത്തണം. കഴിയുന്നതും അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയും ദൈനംദിന ആവശ്യങ്ങൾക്ക് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും വേണം. കർഷകർ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കുകയും ജലലഭ്യതയ്ക്ക് ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജം ഉപയോഗിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് പാചകവാതക ലഭ്യതയിലും പെട്രോൾ, ഡീസൽ മുതലായവയുടെ വിതരണവും സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ജനജീവിതം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്ന തരത്തിൽ സ്ഥിതി ഗുരുതരം ആയിരുന്നില്ല. ഇന്ധന വിതരണത്തിൽ സ്വകാര്യ കമ്പനികൾ വിലവർധന നടപ്പിലാക്കിയെങ്കിലും പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് തീരുവ ഇളവ് നൽകി വലിയ തരത്തിൽ വിലവർധന രാജ്യം തടഞ്ഞു. യുദ്ധം തുടങ്ങി ആഴ്ചകൾക്കകം തന്നെ പാചകവാതക ലഭ്യതയിൽ കുറവുണ്ടായെങ്കിലും വലിയ രീതിയിലുള്ള വിലവർധന നടപ്പിലായത് കഴിഞ്ഞ ആഴ്ചയാണ്. പ്രധാനമന്ത്രി ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ രാജ്യത്തെ നിലവിലെ പൊതുസ്ഥിതി എന്താണ്? ഇന്റർനാഷണൽ എനർജി ഏജൻസി മാനദണ്ഡ പ്രകാരം ഓരോ രാജ്യവും കുറഞ്ഞത് 90 ദിവസത്തേക്കുള്ള ഇന്ധനം കരുതൽ ശേഖരമായി സൂക്ഷിക്കണം. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ 74 ദിവസത്തേക്കുള്ള ഇന്ധനം സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത്. ഇതിൽ 60 ദിവസത്തേക്കുള്ള ഇന്ധനമാണ് സ്റ്റോക്കുള്ളത്. വിവിധ എണ്ണ കമ്പനികളിലെ സ്റ്റോക്ക് കൂടാതെ അടിയന്തര സാഹചര്യങ്ങൾക്കായി വിശാഖപട്ടണം, മംഗലാപുരം, പാതൂർ എന്നിവിടങ്ങളിലെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 9.5 ദിവസത്തെ അസംസ്കൃത എണ്ണ ഉൾപ്പെടെയാണ് ഈ കണക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 ആയിരുന്നു. ഇപ്പോൾ അത് $126 വരെ ഉയർന്ന ഇരട്ടിയോളമായി. അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലാണ്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ ചരക്ക് നീക്കം താറുമാറായതും ഇതുമൂലം ഇന്ധന ലഭ്യത കുറഞ്ഞതുമാണ് വിലവർധനവിന് കാരണം. രാജ്യത്ത് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യണമെന്നതിനാൽ നമുക്ക് പ്രതിസന്ധി അതിരൂക്ഷമായിരുന്നു. ചരക്ക് കടത്തിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കമ്പനികൾ പ്രീമിയം തുക കുത്തനെ കൂട്ടിയതും മറ്റൊരു കാരണമാണ്. പുതിയ സാഹചര്യത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് $5 വരെ വർധന ഉണ്ടായേക്കും. എണ്ണ കമ്പനികൾ പ്രതിദിനം 30,000 കോടി രൂപയുടെ നഷ്ടം നേരിടുന്നു എന്നാണ് കണക്ക്. രാജ്യത്ത് പണപ്പെരുപ്പം തടയുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ തീരുവകളിൽ $10 ഇളവ് പ്രഖ്യാപിച്ച് എണ്ണവില പിടിച്ചു നിർത്തുകയായിരുന്നു. എണ്ണ കമ്പനികളുടെ ചെലവിൽ 50%-ഓളം വർധന ഉണ്ടായപ്പോഴായിരുന്നു ഈ നടപടി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കരുതൽ ശേഖരമുള്ള അമേരിക്കയിൽ പോലും വിലവർധന നടപ്പിലാക്കിയപ്പോഴായിരുന്നു ഈ നടപടി. സ്പെയിനിൽ ഏകദേശം 34%, ജപ്പാൻ, ഇറ്റലി, ഇസ്രയേൽ എന്നിവിടങ്ങളിൽ 30%, ജർമ്മനിയിൽ 27%, യുണൈറ്റഡ് കിങ്ഡത്തിൽ 22% എണ്ണവില വർദ്ധിച്ചു.
ആഗോള എണ്ണ പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും രാജ്യം ഇതുവരെ ചില്ലറ വിൽപ്പന ഇന്ധനവിലയിൽ വലിയ തോതിൽ സ്ഥിരത നിലനിർത്തിയിട്ടുണ്ട്. സർക്കാരും പൊതുമേഖലാ എണ്ണക്കമ്പനികളും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നിലവിൽ ലിറ്ററിന് 24 രൂപ വരെയാണ് വിവിധ നികുതി ഇനത്തിലായി ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. 19 കിലോ വരുന്ന വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് കഴിഞ്ഞ ദിവസമാണ് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ചത്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ ലഭ്യതയിൽ വലിയ കുറവോ വൻ വിലവർധനയോ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. ഈ സാഹചര്യത്തിലാണ് പൊതുഗതാഗത സംവിധാനങ്ങളിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും തിരിയണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. റെയിൽവേ, ബസ് സർവീസുകൾ, മെട്രോ മുതലായവ ഉൾപ്പെടുന്നതാണ് പൊതുഗതാഗത സൗകര്യങ്ങൾ. ലോകത്തെ തന്നെ ഏറ്റവും സങ്കീർണമായ പൊതുഗതാഗത സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ തന്നെ രണ്ടാമത്തെ റെയിൽവേ സംവിധാനവും നമുക്കുണ്ട്. ദശലക്ഷക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം ഈ സേവനം ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ റെയിൽവേ കണക്ടിവിറ്റിയുള്ള പ്രദേശങ്ങളിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനാകുന്നത്. പ്രാദേശിക ഉപയോഗത്തിനായി പാസഞ്ചർ ട്രെയിനുകൾ പരിമിതമായി മാത്രം ഉള്ളതും നിലവിലുള്ള സർവീസുകൾ തന്നെ കുത്തിനിറച്ച സർവീസ് നടത്തുന്ന സ്ഥിതിയുമാണുള്ളത്. രാജ്യത്തെ യാത്രാ ഗതാഗതത്തിൽ 85% പേർ ആശ്രയിക്കുന്നത് റോഡ് മാർഗത്തെയാണ്. പൊതുമേഖലയിലുള്ള ബസ് സർവീസുകൾ ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നഗര കേന്ദ്രീകൃതമായി നടക്കുന്ന ചില സർവീസുകളിൽ ഈടാക്കുന്ന അമിത നിരക്ക് വെല്ലുവിളിയാണ്. ഇന്ത്യൻ നഗരങ്ങളിൽ 63 ഇടത്ത് മാത്രമേ കൃത്യമായ നഗര ബസ് ശൃംഖല ഉള്ളൂ. മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് മെട്രോ സർവീസ്. ഇവയെ ഫലപ്രദമായി ബന്ധിപ്പിക്കുന്ന ബസ്, ടാക്സി ശൃംഖലകൾ പലയിടത്തും അപര്യാപ്തമാണ്. കാർ പൂളിംഗ് സംവിധാനം എന്നത് മുൻപ് ഡൽഹിയിൽ ഫലപ്രദമായി നടപ്പിലാക്കിയതാണ്. അവിടെ അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇടവിട്ട ദിവസങ്ങളിൽ ഒറ്റ, ഇരട്ട എന്ന നമ്പർ ക്രമത്തിൽ കാറുകൾക്ക് അനുമതി നൽകുക എന്നതായിരുന്നു ഈ പദ്ധതി. കാറുകളിൽ ഒന്നിൽ കൂടുതൽ സഞ്ചാരികളുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. നിലവിലെ സാഹചര്യം രാജ്യത്തെ വിദേശ കറൻസി കരുതൽ ശേഖരത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇത് മുൻനിർത്തിയാണ് സ്വർണം വാങ്ങുന്നത് 1 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നും അനാവശ്യമായ വിദേശയാത്രകളും ഉല്ലാസയാത്രകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ അടക്കമുള്ള ചരക്കുകൾക്കും സേവനങ്ങൾക്കും നമ്മുടെ രാജ്യം വിദേശ കറൻസിയിൽ പണം നൽകേണ്ടി വരും. നിലവിൽ വിദേശ നാണയ വിനിമയത്തിൽ ഇന്ത്യൻ രൂപ മൂല്യത്തകർച്ച നേരിടുകയാണ്. $1 95 രൂപയ്ക്കടുത്താണ് നിലവിലെ നിരക്ക്. രാജ്യത്ത് വിൽപ്പന നടത്തുന്ന സ്വർണത്തിൽ 90% സ്വിറ്റ്സർലൻഡിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. വൻതോതിൽ നടക്കുന്ന സ്വർണ ഇറക്കുമതി രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തെ നേരിട്ട് ബാധിക്കുന്ന ഘടകമാണ്. പ്രതിവർഷം 800 ടണ്ണോളം സ്വർണമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഇറക്കുമതി കൂടുമ്പോൾ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ഇത് രൂപയുടെ മൂല്യം കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും വില വർധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. വിപണിയിലെ അനിശ്ചിതത്വം സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റിയതിനാൽ ഇത്തരത്തിലുള്ള വാങ്ങലും വർദ്ധിച്ചിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം ഉടൻ നടപ്പാക്കാൻ സാധ്യതയില്ലെങ്കിലും യുദ്ധം രൂക്ഷമാവുകയും സ്ഥിതി അതിസങ്കീർണമാവുകയും ചെയ്താൽ കോവിഡ് കാലത്തേതിന് സമാനമായി വീട്ടിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരും. ഇന്ധന പ്രതിസന്ധി ഉണ്ടായാൽ പൊതുഗതാഗത സംവിധാനത്തെയും ബാധിക്കും എന്നതിനാലാണിത്. യാത്രാസമയം ബാധിക്കാത്തതിനാൽ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു എന്നാണ് പൊതുവിലയിരുത്തൽ. നിശ്ചിത ദിവസങ്ങളിൽ ഓഫീസുകളിൽ ഹാജരാവുകയും ബാക്കി വീട്ടിലിരുന്നും ജോലി ചെയ്യുന്ന ഹൈബ്രിഡ് രീതിയും പല കമ്പനികളും പിന്തുടരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധവിരാമം സാധ്യമാക്കുന്നതിനായി ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ എണ്ണ വിപണിയിലും അന്താരാഷ്ട്ര തലത്തിലും അനുകൂല പ്രതികരണമുണ്ടായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും നിലപാട് കടുപ്പിക്കുമ്പോൾ അടിയന്തര സാഹചര്യം നേരിടാൻ നാം തയ്യാറെടുത്തേ മതിയാകൂ.